അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നാട്ടുകാരനും സ്നേഹിതനുമായ സുഹൃത്ത് അല്പം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അവൻ്റെ വിവാഹ സുദിനമായിരുന്നു. നാളെയാണ് രാവിലെ 10 മണിക്ക് നിക്കാഹ് നടക്കേണ്ടതും കല്യാണവും എല്ലാം നടക്കേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് പനി ബാധിക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും ICUവിലാവുകയും അത് ന്യൂമോണിയനാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുകയും വൈകാതെ തന്നെ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായി. നാളെ പുതുമണവാളനായി വീട്ടിൽ നിന്നിറങ്ങേണ്ട പ്രിയപ്പെട്ട സുഹൃത്തിന് 3 വെളുത്ത കഫംപുടയിൽ ആ വീട്ടിൽ നിന്നിറക്കുമ്പോൾ കല്യാണത്തിനായി ഒരുങ്ങിയ വീട് മരണ വീടായി മാറുമ്പോൾ ആ കുടുംബത്തിൻ്റെ വീർപ്പ് മുട്ടുന്ന സങ്കടം എത്രയായിരിക്കും. അള്ളാഹു ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ചിന്തിക്കാനുണ്ട്. നമുക്ക് ഓരോ അനുഗ്രഹങ്ങളിലും ഓരോ സന്തോഷങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. സത്യത്തിൽ നമ്മുടെയൊക്കെ വിവാഹ വേദികളിൽ, നമ്മുടെയൊക്കെ നാടുകളിൽ കാണപ്പെടുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിച്ച് ഗാനമേളകളും മറ്റൊക്കെയായി മാറുമ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കത് നല്ല നിലയിൽ നടത്താൻ ആയുസ് നീട്ടിത്തരുകയും അതിനുള്ള സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും റബ്ബ് നൽകിയതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നന്ദിയോടുകൂടി ആയിരിക്കണം നമ്മുടെ ഓരോ പരിപാടികളും ചെയ്യേണ്ടത്. നമ്മൾ സന്തോഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നൊരു വിഭാഗം ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നുണ്ട്. ഒരു പക്ഷേ നാളെ അള്ളാഹുവിൻ്റെ പരീക്ഷണം എങ്ങനെയായിരിക്കും നമുക്ക് വരിക എന്നൊരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിനൊക്കെ അള്ളാഹു ക്ഷമയും സഹനവും നൽകി ഈ സുഹൃത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ. നാളെ വിവാഹം പ്രതീക്ഷിച്ച് നിന്നിരുന്ന കൂട്ടുകാരൻ്റെ സഹധർമ്മിണി, ആ പെൺകുട്ടിക്ക് അള്ളാഹു വലിയ സബറും ക്ഷമയും സഹനവും അള്ളാഹു നൽകട്ടെ. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും കുടുംബക്കാരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ സാബിഖായ ഖളായിൽ വല്ല പരീക്ഷണങ്ങൾ ഇതുപോലെ ഞങ്ങൾക്കുണ്ടെങ്കിലും നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ അതിനെ മാറ്റിക്കളയണമേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.